എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ അല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗലാത്യ ലേഖനത്തിൻ്റെ പൊരുൾ വളരെ ഫലപ്രദമായ ഒരു ആത്മീക ജീവിത വീക്ഷണത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്കും ദൈവകൃപയിലേക്കും വന്ന ദൈവമക്കൾക്ക് എഴുതുന്നതാണ് ഗലാത്യ ലേഖനം. വിശ്വാസ ജീവിതത്തിൽ മുന്നേറുമ്പോൾ എവിടെയോ അവരുടെ ജീവിതത്തിൽ പുറകോട്ടുള്ള ചില ചിന്തകൾ വരുന്നു. അതായത് പുറകോട്ട് പോകാനുള്ള ഒരു പ്രേരണ, ന്യായപ്രമാണ പ്രകാരം പിന്നെയും പോകുവാനുള്ള ഒരു പ്രവണത. ഇതറിഞ്ഞ് ഹൃദയവേദനയോടെ ക്രിസ്തുവേശുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, രക്ഷയുടെ പൂർണ്ണതയെക്കുറിച്ച് ഗലാത്യയിലെ വിശ്വാസികൾക്ക് വിശുദ്ധ പൗലോസ് എഴുതുകയാണ്. അപ്പോസ്തലന്റെ കഠിനമായ വാക്കുകളും സ്നേഹത്തിൻ്റെ വാക്കുകളും എല്ലാം ഇതിൽ ഉണ്ട്. വളരെ വേദനയോടുകൂടെ എഴുതുന്ന വാക്കുകൾ ധാരാളമുണ്ട്. ലേഖനത്തിൽ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തൻ്റെ അനുഭവ സാക്ഷ്യവും അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഡോക്ടർ ബില്ലി ഗ്രഹാം വലിയ കൺവെൻഷൻ പ്രസംഗകനായിരുന്നു. ലോക പ്രശസ്തനായ പ്രസംഗകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയും സന്ദേശങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏത് പ്രസംഗത്തിലും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ദ ബൈബിൾ സേസ്, ബൈബിൾ പറയുന്നു എന്നത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതത്തോട് ബന്ധപ്പെടുത്തി ദൈവവചനം പറയുക, അതായിരുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ ശൈലി. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനമത്രേ എന്ന് പറഞ്ഞ ഉടനെ ചേർത്ത് പറഞ്ഞു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ദൈവവചനം ജനഹൃദയങ്ങളിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ജീവിതാനുഭവവുമായി ബന്ധപ്പെടുത്തി പറയണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ കാഠിന്യമേറിയ കെട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അതിനോട് ചേർത്ത് തൻ്റെ ജീവിത സാക്ഷ്യം പൗലോസ് പങ്കുവയ്ക്കുകയാണ്. അനുകരിക്കാൻ നല്ല മാതൃകയാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിനെന്ന്. ഓട്ടം ഓടി തികച്ച ഭക്തനായ മനുഷ്യൻ, പോരാട്ടം പോരാടി ജയിച്ച വിശ്വാസം കാത്ത ദൈവത്തിൻ്റെ ദാസൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഉപദേശകൻ എന്ന് മാത്രമല്ല നല്ല ജീവിത സാക്ഷ്യമുണ്ടായിരുന്ന ഭക്തൻ, എല്ലാറ്റിനും അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണം എന്ത് എന്ന് ഗലാത്യ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു പ്രേരക ശക്തി എന്തെന്ന് ഒറ്റ വാക്യത്തിൽ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനിയും ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്.
തൻ്റെ ജീവിതം മുഴുവൻ ചുരുക്കി ഒറ്റ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലും തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് വിശദമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ചലനതന്ത്രം എന്ന് പറയുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണം, അനുകരണീയമായ പ്രമാണം. അപ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട ജീവിതത്തിൻ്റെ പ്രമാണങ്ങൾ എന്തായിരിക്കണമെന്നതാണ് പൗലോസിൻ്റെ ഇത്യാദി വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പ്രമാണങ്ങൾ, നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്ന പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഇവിടെ കാണുന്നു, ഇനി എന്നുള്ള പദമാണ്. ഫ്രം നൗ ഓൺ, ഇനി എന്നിൽ ജീവിക്കുന്നത്. ഈ പദം പൗലോസിൻ്റെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും തമ്മിൽ വേർതിരിക്കുന്നു. അതായത് ഇനി എന്ന ഒറ്റ വാക്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തെയാണ് പൗലോസ് സൂചിപ്പിക്കുന്നത്. മുൻപ് എഴുതിയിട്ടുണ്ട് താൻ എന്തായിരുന്നു എന്നത്. 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവുള്ളവനായി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. പാരമ്പര്യത്തിൻ്റെ തീക്ഷ്ണതയുള്ളവൻ, യഹൂദ മതത്തിന് വേണ്ടി വീറോടെ പ്രവർത്തിച്ചവൻ, അതിനുള്ള വ്യഗ്രത നിമിത്തം തിരുസഭയെ ഉപദ്രവിച്ചവൻ. ഇതാണ് പൗലോസിൻ്റെ ഭൂതകാലം. എന്നാൽ ആ ജീവിതത്തിനൊരു വിരാമമുണ്ടായി. എൻ്റെ മുൻപിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഉപദ്രവകാരിയായിരുന്നു, ദൂഷകനായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. എന്നാൽ ഇനിയും ജീവിക്കുന്നത് അങ്ങനെയല്ല എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു രൂപാന്തരം വരാൻ കാരണം? അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ലുമൊക്കെ തൻ്റെ ജീവിതത്തിലുണ്ടായ രൂപാന്തരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 26-ാം അധ്യായത്തിൽ തനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഉപദ്രവിയായി, ദൂഷകനായി, നിഷ്ഠൂരനായി ദൈവസഭയ്ക്ക് വിരോധമായി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്വർഗീയ ദർശനം കണ്ടു. താൻ ഉപദ്രവിക്കുന്ന ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു തൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ക്രൂശിനെ കുറിച്ച് നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു, ഞാൻ ക്രൂശിൽ പ്രശംസിക്കുന്നു, ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതായത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിൽ ക്രൂശ് തൻ്റെ അനുഭവമായി മാറി. തൻ്റെ പ്രസംഗ വിഷയവും അതായിരുന്നു. വേറൊരു വിഷയവും പ്രസംഗിച്ചില്ല. പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അതുകൊണ്ട് പൗലോസിൻ്റെ സന്ദേശത്തിൽ ക്രൂശ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. തൻ്റെ ജീവിത ശൈലി ക്രൂശായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം മുഴുവൻ ക്രൂശായിരുന്നു. അപ്പോൾ ഉപദ്രവിയായിരുന്ന മനുഷ്യൻ, ദൂഷകനായിരുന്ന മനുഷ്യൻ, നിഷ്ഠൂരനായിരുന്നവൻ, അവൻ കർത്താവിനെ കണ്ടുമുട്ടി. അന്നു മുതൽ തൻ്റെ ജീവിതത്തിനൊരു രൂപാന്തരം വന്നു. അന്ന് മുതൽ പറയുന്നതാണ്, ഇനിയും ജീവിക്കുന്നത് മുൻപിലത്തെ വഴികളിലല്ല, എൻ്റെ പണ്ടത്തെ നാളുകളിലല്ല. ദൈവം എനിക്ക് രൂപാന്തരം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ ആരാണ് എന്നതാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ എടുത്ത് പറയാനുള്ള ചില അടയാളങ്ങളോ പ്രേരകങ്ങളോ ഒന്നും ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരില്ല. കാരണം കൂടുതൽ ആളുകളും ക്രിസ്ത്യാനികളായി ജനിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ സ്പർശിച്ചു, നമ്മളെ വീണ്ടും ഒന്ന് വേർതിരിച്ചു എന്ന് പറയുന്ന അനുഭവങ്ങൾ ഓർത്തെടുക്കുക ഒരു പക്ഷേ പ്രയാസകരമായിരിക്കാം. അതുകൊണ്ട് ഇനി എന്ന് പറയുന്ന വാക്കിന് അത്ര പ്രസക്തമല്ലാതെ പോകാം. എങ്കിലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വിശുദ്ധ പൗലോസ് സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഒരു
തീരുമാനം. ഇനി എന്നത് എല്ലാ നിമിഷങ്ങളിലും ഏറ്റുപറയേണ്ടുന്ന അല്ലെങ്കിൽ ഓർക്കേണ്ടുന്ന ഒരു പദമാണ്. ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല. അതുകൊണ്ട് ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. മറ്റുള്ളവർ നമ്മിലൂടെ ക്രിസ്തുവിനെ കാണുന്നു, കേൾക്കുന്നു എന്ന തരത്തിൽ ജീവിതത്തെ രൂപാന്തരത്തിൽ നിറഞ്ഞ അനുഭവമുള്ളതായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പുതിയ ഒരു ദിനത്തിൻ്റെ പ്രഭാതം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ അനുഭവങ്ങൾക്കും പുത്തൻ ഉണർവുകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ ദിവസത്തിലേക്ക് അടിയങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത കൃപയും സാന്നിധ്യവും പകരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കുന്നുവല്ലോ. ആലോചന നൽകി വഴി നടത്തണമേ. ഇനി എന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാക്കി, ഒരു ശൈലിയാക്കി നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയിൽ പുതിയ നല്ല അനുഭവങ്ങൾ ജീവിപ്പാൻ സഹായിക്കണമേ. കർത്താവെ, ഹോസ്പിറ്റലുകളിൽ ചികിത്സകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വളരെയധികം പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആശങ്കയോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം നീട്ടണമേ. ജീവനുള്ള ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പുതിയ പ്രതീക്ഷയിലേക്ക് പ്രവേശിപ്പാൻ ശാരീരികമായും മാനസികമായും ആത്മീയമായും പ്രിയപ്പെട്ടവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.